രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എല്ലാവരും കൂടി സീതയെ ഭയപ്പെടുത്താനൊക്കെ അങ്ങ് തുടങ്ങി. ത്രിജട അവരിൽ നിന്നിട്ടെല്ലാം മറ്റു രാക്ഷസിമാരിൽ നിന്നിട്ടെല്ലാം ഭിന്നയാണ്. ത്രിജട അവരോട് പറഞ്ഞു, രാവണൻ പറയുന്ന പ്രകാരത്തിലൊന്നും നിങ്ങൾ പ്രവർത്തിക്കരുത്. ശ്രീരാമചന്ദ്ര മഹാപ്രഭു കടന്നു വരും. ഈ ലങ്കയ്ക്ക് രാവണൻ മൂലം വിനാശമുണ്ടാകും. രാവണൻ ഈ ലങ്കയിൽ രാമബാണങ്ങളേറ്റ് മരിച്ചു വീഴും എന്നൊക്കെ ത്രിജട അവരോട് പറഞ്ഞു. അങ്ങനെ രാക്ഷസിമാർ ഭയന്ന് പിന്മാറി. ആഞ്ജനേയൻ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ആ ശിംശപാവൃക്ഷത്തിന് മുകളിലിരിക്കുകയാണ്. ഇനി എങ്ങനെയാ ദേവിയുടെ മുന്നിൽ ചെല്ലുക? ദേവിക്ക് തന്നെ അറിയില്ലല്ലോ. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് വാനരങ്ങളോട് ചങ്ങാത്തമുണ്ടായ കാര്യവും ദേവിക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ തന്നെ ഒരു അസുര രാജാവ് വന്ന് ദേവിയെ ഇങ്ങനെയെല്ലാം വിഷമിപ്പിച്ചിട്ട് പോയിരിക്കുന്നു. താൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ താനും അതേപോലെ അസുരൻ്റെ വേറൊരു മായാപ്രയോഗമാണെന്ന് ദേവി ധരിക്കില്ലേ? എങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഒരു വഴി കണ്ടു. എന്താ? രാമനാമം കീർത്തിക്കുക. അവിടെ ആ ശിംശപാവൃക്ഷത്തിന് മുകളിലിരുന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ കഥ വളരെ മധുരമായിട്ട്, സംഗീതത്തിൻ്റെ പരമാചാര്യനാണ് ആഞ്ജനേയൻ. സംഗീതവും ഭക്തിയും തമ്മിൽ അത്യന്തം ദൃഢമായ ബന്ധമാണ്. ഭക്തിയുടെയും പരമാചാര്യനാണ് ആഞ്ജനേയൻ, സംഗീതത്തിൻ്റെയും പരമാചാര്യൻ. മധുരമധുരമായിട്ട് ഭക്തി നിർഭരമായിട്ട് അതെല്ലാം പാടി. ദേവി അത് കേട്ടു. ആരാണ് ഈ രാത്രിയിൽ ഇങ്ങനെ രാമകഥ പാടുന്നത്? ഈ ലങ്കാപുരിയിൽ ആരും ഇങ്ങനെ പാടില്ലല്ലോ, ഇതാരാ പാടുന്നത്? അതാര് തന്നെ ആയാലും ശരി, അയാൾ എൻ്റെ മുന്നിൽ കാണായി വരയണമേ, എനിക്ക് കാണാൻ കഴിയണമെന്നിങ്ങനെ ദേവി പ്രാർത്ഥിച്ചു. ദേവി ഇങ്ങനെ പറയുമ്പോഴേക്കും ഇത് തന്നെയാണ് അവസരം എന്ന് കരുതിയിട്ട് ജനക നൃപ ദുഹിതൃ വചനം കേട്ട് മാരുതി ജാതമോദം മന്ദമന്ദം ഇറങ്ങിനാൻ. സീതയുടെ ആ വാക്കുകൾ കേട്ടിട്ട് ആ ശിംശപാവൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നിട്ട് മെല്ലെ 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 വളരെ വളരെ ചെറിയ ശരീരത്തോടു കൂടിയിട്ടാണ് ആഞ്ജനേയൻ നിൽക്കുന്നത്. ദേവിയുടെ മുന്നിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ദേവിയെ ഭക്തിയോടുകൂടി നമസ്കരിച്ചു. അപ്പോഴേക്കും സീത സംശയിച്ചു, ഇത് രാവണൻ്റെ ഒരു മായാപ്രയോഗമാണോ എന്ന്. ആഞ്ജനേയന് അങ്ങനെ ഒരു സംശയം ദേവിക്കുണ്ടാകും എന്നറിയാം. ആഞ്ജനേയൻ പറഞ്ഞു, അല്ലയോ ദേവി, എന്നെ അമ്മ ഒരിക്കലും സംശയിക്കരുത്. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ ഉത്തരകോസലത്തിന് അധിപനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ദാസനാണ് ഞാൻ എന്ന് പറഞ്ഞ ശ്രീരാമചന്ദ്രന് കിഷ്കിന്ധാധിപനായിരിക്കുന്ന സുഗ്രീവനോട് മൈത്രി ഉണ്ടാകാനുള്ള കഥയെല്ലാം സംഭവമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ബാലിയെ കൊന്ന രാമൻ സുഗ്രീവന് കിഷ്കിന്ധ നൽകിയതും വാനരങ്ങളെ സീതാന്വേഷണത്തിന് സുഗ്രീവൻ അയച്ചതും അക്കൂട്ടത്തിൽ ഒരുവനായ താൻ സമുദ്രം ചാടിക്കടന്ന് ദേവിയുടെ മുമ്പിൽ എത്തിയതും ആഞ്ജനേയൻ പറഞ്ഞു കേൾപ്പിക്കുക. അപ്പോഴേക്കും ദേവിക്ക് അതെല്ലാം സത്യസന്ധമാണ്, വിശ്വസനീയമാണ് എന്ന മനസ്സിൽ ഉറപ്പ് വന്നു തുടങ്ങി. എന്നിട്ട് ആഞ്ജനേയൻ പറഞ്ഞു, ഞങ്ങളിങ്ങോട്ട് പുറപ്പെടുമ്പോഴേക്കും ഭഗവാൻ എന്നെ വിളിച്ചിട്ട് ഒരു അടയാളം എൻ്റെ കയ്യിൽ തന്നു. അത് മുദ്രമോതിരമാണ്. ആ മുദ്രമോതിരവും അതേപോലെ തന്നെ ഒരു അടയാളവാക്യവും അദ്ദേഹം എന്നോട് പറഞ്ഞും കേൾപ്പിച്ചു.
ആഞ്ജനേയൻ പറയുന്നു, സപതി തവ മനസ്സി ഗുരുവിശ്വാസസിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും. അമ്മയുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അടയാളവാക്യം ശ്രീരാമചന്ദ്രൻ എന്നോട് പറഞ്ഞു. അല്ലയോ അമ്മേ, ഞാനത് കേൾപ്പിക്കാം. അടയാളവാക്യം ആഞ്ജനേയൻ സീതാദേവിയെ കേൾപ്പിക്കുകയാണ്. ആ അടയാളവാക്യം എന്താണ് എന്നുള്ളത് രാമായണത്തിലെങ്ങും പറയില്ല, പറയാൻ സാധ്യമല്ല. അത് ശ്രീരാമചന്ദ്രനും ദേവിക്കും മാത്രം അറിയുന്ന കാര്യമാണ്. അത് ആർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും പരമഭക്തനായി അവരെ സാക്ഷാത്കരിക്കാൻ യോഗ്യത നേടിയ ആളിന് മാത്രമേ അറിയാൻ പറ്റൂ. കാരണം ആഞ്ജനേയന് മാത്രമേ അത് കേൾക്കാൻ പറ്റൂ. ആഞ്ജനേയൻ്റെ കയ്യിൽ ശ്രീരാമചന്ദ്രൻ മുദ്രമോതിരം കൊടുത്ത അവസരത്തിൽ ഈ ഒരു അടയാളവാക്യം കൂടി പറഞ്ഞു കേൾപ്പിച്ചു. ആഞ്ജനേയൻ അത് ശ്രദ്ധയോടെ കേട്ടു. വേറെ ആർക്കും അത് അറിയാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അതുകൊണ്ട് കിഷ്കിന്ധാകാണ്ഡത്തിൽ മുദ്രമോതിരം കൊടുക്കുന്ന സ്ഥലത്ത് രാമൻ അടയാളവാക്യം പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറയുന്നത് കിളിമകൾ പാടും നമ്മൾ കേൾക്കും, അടയാളവാക്യം കേൾക്കില്ല. കാരണം അത് രാമായണത്തിലെങ്ങും നിബന്ധിക്കാനാവില്ല. രാമനും സീതയ്ക്കും ആഞ്ജനേയനും മാത്രമേ അതറിയാൻ കഴിയൂ. ഇവിടെയും രാമൻ പറഞ്ഞയച്ച ആ അടയാളവാക്യം സീതയെ കേൾപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു മുദ്രമോതിരം കൂടി അദ്ദേഹം തന്നയച്ചിട്ടുണ്ട്. അത് ഞാൻ ഉടനെ തരുന്നുണ്ട്. ആലോകയ ആനന്ദപൂർവകം. അല്ലയോ ദേവി, ഞാനിതാ അമ്മയുടെ കരങ്ങളിലേക്ക് ആ മുദ്രമോതിരം തരികയാണ്. ആ മുദ്രമോതിരം അമ്മ നേരിട്ട് നോക്കിക്കൊള്ളുക. അപ്പോഴേക്ക് അമ്മയ്ക്ക് ബോധ്യമായി തീരും ഞാൻ വരുന്നത് രാമൻ്റെ സമീപത്ത് നിന്നാണ് എന്ന്. ആ അടയാളവാക്യം കേട്ടു. അത് രാമനും സീതയ്ക്കും അല്ലാതെ വേറെ ആർക്കും അറിയുന്നതല്ല. അപ്പോൾ ആഞ്ജനേയൻ വരുന്നത് രാമൻ്റെ സമീപത്ത് നിന്നാണ് എന്ന് വ്യക്തം. ആ മുദ്രമോതിരവും കണ്ടു, ഉറപ്പായി കഴിഞ്ഞു. അത് വാങ്ങിച്ച് തൻ്റെ കണ്ണിലും ശിരസിലും ഒക്കെ വെച്ചു. സീതാദേവി ചിന്തിച്ചു, വളരെയേറെ ഗുണഗണങ്ങളുള്ള ആളിനെ മാത്രമേ ഭഗവാൻ എൻ്റെ സമീപത്തേക്ക് ദൂതനായി പറഞ്ഞയക്കുകയുള്ളൂ. അപ്പോൾ നിശ്ചയമായിട്ടും ഈ ആഞ്ജനേയൻ അതിന് യോഗ്യനായിട്ടുള്ള വ്യക്തിത്വമാണ് എന്ന് ദേവി ഉറപ്പിച്ചു. ദേവി ആഞ്ജനേയനോട് തൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഇത് മുഴുവൻ മടങ്ങിച്ചെന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ അറിയിക്കണം. 2 മാസം രാവണൻ കാത്തിരിക്കുമെന്നാ പറയണം. അത് കഴിഞ്ഞാലോ തന്നെ കൊന്നു തിന്നും എന്ന്. അതുകൊണ്ടല്ലയോ ആഞ്ജനേയ, അതിനു മുമ്പ് ഭഗവാൻ ഈ ലങ്കാപുരിയിലേക്ക് വന്നിട്ട് രാവണനെ പരാജയപ്പെടുത്തി സംഹരിച്ചിട്ട് എന്നെ ഇവിടെ നിന്നിട്ട് മോചിപ്പിക്കണം എന്ന് അദ്ദേഹത്തെ അറിയിക്കുക. അപ്പോഴേ ആഞ്ജനേയൻ പറഞ്ഞു, അദ്ദേഹം ഉടനെ തന്നെ വന്നു ചേരുന്നുണ്ട്. അല്ലയോ അമ്മേ, ഞാൻ ഈ വാർത്തകളെല്ലാം ഉടനെ തന്നെ രാമനെ കേൾപ്പിക്കും. അപ്പോഴേക്കും അദ്ദേഹം തൻ്റെ അനുജനോടൊപ്പം മുഴുവൻ വാനരപ്പടയോടൊപ്പം യുദ്ധത്തിന് തയ്യാറായിട്ട് മുതിർന്ന് ആശു വരും, അതിനില്ലൊരു സംശയം. സർവസന്നാഹങ്ങളുമായിട്ട് തൻ്റെ ഇടത്തോടു കൂടിയിട്ട് അതേ ലങ്കാപുരിയിലേക്ക് കടന്നു വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭവതിയെയും അതികരുണം അഴകിനോട് വീണ്ട് നിൻ ഭർത്താവ് അയോധ്യയ്ക്ക് എഴുന്നള്ളുമാതരാൽ. വളരെ സ്പഷ്ടമായിട്ട് ആഞ്ജനേയൻ ദേവിയോട് പറയാണ്. ദേവിയെ മോചിപ്പിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ ദേവിയെയും കൂട്ടിക്കൊണ്ട് നേരെ അയോധ്യയിലേക്ക് മടങ്ങിപ്പോകും. അപ്പോഴേക്കും സീത ചോദിച്ചു, എങ്ങനെയാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഈ സമുദ്രം കടന്ന് ലങ്കയിലേക്ക് വരിക? ആഞ്ജനേയൻ പറഞ്ഞു, മനുജപരിവൃഷനെയും മനുഷ്യശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെയും അനുജനെയും മുഴുവൻ വാനരപ്പടയെയും മമ ചുമലിൽ വിരവിനോടെടുത്ത് കടത്തുവൻ മൈഥിലി കിം വിഷാദം വൃഥാ മാനസേ. അല്ലയോ ദേവി, ഞാൻ എൻ്റെ ചുമലിലെടുത്ത് ഈ സമുദ്രം കടത്തി ഇങ്ങ് കൊണ്ടുവരും.
അല്ലയോ ദേവി, അമ്മ തെല്ലുപോലും ദുഃഖിക്കരുത്, വിഷമിക്കരുത്. എനിക്കിനി ഭഗവാന്റെ സമീപത്ത് ചെന്നിട്ട് ദേവിയെ കണ്ട കാര്യം അറിയിക്കണം. അതിനുവേണ്ടി എനിക്ക് ഒരു അടയാളം തരണം, അടയാളവാക്യവും തരണം. ദേവി ചൂടാരത്നം ആഞ്ജനേയനെ ഏൽപ്പിക്കുകയാണ്. ശിഖിരഭരം അതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ആഞ്ജനേയൻ്റെ കയ്യിൽ നൽകുകയാണ് തൻ്റെ തലമുടിക്കെട്ടിൽ അണിഞ്ഞിരുന്നത് ആ ചൂടാരത്നത്തെ. എന്നിട്ട് അടയാളവാക്യം കാകവൃത്താന്തം അത് നമുക്ക് കേൾക്കാൻ പറ്റും. അത് പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്യുന്നു. ആഞ്ജനേയൻ ദേവിയുടെ അനുഗ്രഹം വാങ്ങി, അനുവാദം വാങ്ങി അവിടെ നിന്ന് പുറപ്പെടാനുള്ള തുടക്കത്തിലാണ്. അപ്പോഴേക്കും ദേവി ചോദിച്ചു, അധിക കൃശ തനുരിഹ ഭവാൻ കപിവീരരും ഈ വണ്ണം ഉള്ളവരല്ലയോ ചൊല്ലു നീ. അങ്ങ് അല്ലയോ ആഞ്ജനേയ വളരെ ചെറിയ ശരീരത്തോടു കൂടിയവനാണ്. മറ്റു വാനരവീരന്മാരും അങ്ങനെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഭീമാകാരന്മാരായിരിക്കുന്ന രാക്ഷസന്മാരെ ഈ വാനരവീരന്മാരെ എതിർത്ത് സംഹരിക്കുക? അപ്പോഴേക്കും ഇത് ദേവി മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ, ചോദിച്ചുമില്ല, മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. ഉടൻ തന്നെ അത് ആഞ്ജനേയൻ മനസ്സിലാക്കി. ആഞ്ജനേയൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം, മഹാപർവ്വതം പോലെ പെട്ടെന്ന് വളർന്ന് ദേവിയുടെ മുന്നിൽ നിന്നു. ദേവിക്ക് വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി ദേവി ആഞ്ജനേയനെ അനുഗ്രഹിച്ചു. അല്ലയോ ആഞ്ജനേയ, എത്രയും വേഗം ഇവിടെ നിന്നിട്ട് സമുദ്രം കടന്ന് ഭഗവാന്റെ സമീപത്ത്, രാമൻ്റെ സമീപത്ത് എത്തിച്ചേരുക. നിശിചരികളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഒരു മായാമോഹത്തിൽപ്പെട്ട് ഉറങ്ങിക്കിടക്കുകയാണ്. അവരുണരുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്നിട്ട് പോവുക, രാമനെ അറിയിക്കുക. എത്രയും വേഗം ശ്രീരാമചന്ദ്രനെ വാനരപ്പടയോടൊപ്പം ലങ്കയിലെത്തിക്കുക. ദേവി ആഞ്ജനേയനോട് പറഞ്ഞു. ദേവിയെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് വീണ്ടും വീണ്ടും നമസ്കരിച്ച് ദേവിയുടെ അനുഗ്രഹം കൈക്കൊണ്ടുകൊണ്ട് ആശീർവചനം ആദായ പിൻവാങ്ങിനാൻ. ദേവിയുടെ ആശീർവചനം, അനുഗ്രഹം, അത് ദേവി കനിഞ്ഞരുളുന്നത് ഭാഗ്യത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ആഞ്ജനേയൻ ദേവീ പാദങ്ങളിൽ നമസ്കരിച്ച് രാമപാദങ്ങളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പിൻവാങ്ങി. തുടർന്നാണ് ലങ്കാമർദ്ദനവും ലങ്കാദഹനവുമെല്ലാം. നമുക്ക് നാളെ രാത്രി 8:30 അതിലേക്ക് കടന്നു ചെല്ലാം. ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ ആ അത്ഭുതകരമായിരിക്കുന്ന കർമ്മങ്ങളെ നമുക്ക് നേരിട്ട് കാണാം. അതിന് നമ്മുടെ ഗുരുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, എഴുത്തച്ഛൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, വാൽമീകി മഹർഷി നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.